ഏത് ആത്മീക കാര്യമാണ് ഇന്ന് വിശ്വാസ സമൂഹം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്? ആകെ ഒരു കാര്യമേ ഉള്ളൂ. കാശ് കിട്ടുന്ന കാര്യം ഉണ്ടെങ്കിൽ, സമൃദ്ധി കിട്ടുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കും. വാഗ്ദത്തം ഉണ്ട് ബ്രദറെ. കോട്ടയം പട്ടണത്തിൽ തന്നെ ഞാനൊരു വസ്തു വാങ്ങിക്കുമെന്നൊരു പ്രവാചകൻ വന്ന് പറഞ്ഞായിരുന്നു. വാഗ്ദത്തമുണ്ട്, അത് സീരിയസാ. വല്ലതും കിട്ടുന്ന കാര്യം പറയുമ്പോൾ സീരിയസാ. എന്നാ നിന്റെ വസ്തു വിൽക്കുമെന്ന് കർത്താവ് എന്നെ പറയാതെ? എന്താ വിൽക്കാത്തത്? വസ്തു വാങ്ങിക്കുമെന്ന് മാത്രമല്ല, വിൽക്കുമെന്നും ചിലപ്പം കർത്താവ് പറയും. വിൽക്കണമെന്ന് പറഞ്ഞു. കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ആരും വസ്തു വാങ്ങിക്കുമെന്ന് പറഞ്ഞില്ല, വാങ്ങിക്കണമെന്നും പറഞ്ഞില്ല, വിൽക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാനീ പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. യേശു കർത്താവ് ആരോടെങ്കിലും നീ ഒരു വസ്തു വാങ്ങിക്കുന്നത് ഞാൻ കാണുന്നു, ഒരു പ്രമാണം എഴുതുന്നത് ഞാൻ കാണുന്നു എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞു? കർത്താവ് പറഞ്ഞില്ല, ശിഷ്യന്മാരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എല്ലാരും പ്രമാണം എഴുതുന്നത് കാണുന്നു, BMW കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, ഇതേ കാണുന്നുള്ളല്ലോ. എന്നാ ഇവന്റെ പോകുന്നത് എന്താ കാണാത്തത്? സഹോദര, നിനക്കിപ്പോൾ ഉള്ളത് കൂടുതലാണ്, അതുകൊണ്ട് അത് വിറ്റ് നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കുക എന്നാരും പറയുന്നില്ലല്ലോ. ഒരു മനുഷ്യനും പറയുന്നില്ലല്ലോ. അതെന്താ ഇതൊക്കെ കാണാത്തത്? അപ്പൊ ഇവർ അല്പന്മാർ. ആ വാക്ക് കറക്റ്റായിട്ട് ഞാൻ പറയട്ടെ. ഇങ്ങനെയുള്ളവർ അല്പന്മാർ. അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവർ ഇഗ്നറന്റ് ആണ്, അവർ സില്ലി ആയിട്ടുള്ള ആളുകൾ. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. ബുദ്ധിഹീനർ. എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബുദ്ധി എന്ന് പറയുന്നത് കാര്യങ്ങളെ അതിന്റെ നിജസ്ഥിതിയിൽ മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ. യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും ഭൗമികമായ കാര്യങ്ങളിൽ ആശ്രയം വെക്കുന്നവനല്ല. അവൻ ഭൂമിയിലെ കാര്യങ്ങൾ മായയാണെന്ന് തിരിച്ചറിയുന്നവനാണ്. എന്റെ വസ്തുക്കളും വള്ളവും എന്ത് സാധനമാണെങ്കിലും അതൊന്നും അവരതിൽ ദേ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അവരുടെ മുഴുവൻ കാര്യങ്ങളും, ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചപ്പോൾ അവരെല്ലാവരും എന്താ ചെയ്തത്? അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എന്തുകൊണ്ട് അനുഗമിച്ചു? അവർക്ക് യേശു മതിയായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് യേശുവിനെ കിട്ടിയല്ലോ, ഇനി ഒന്നുമില്ലെങ്കിലും വേണ്ടിയല്ല. യേശുവിൽ ശരിയായി സന്തോഷിക്കുന്നവൻ, കർത്താവിൽ പ്രമോദിക്കുന്നവൻ ഒരിക്കലും വസ്തുവിന്റെയും പണത്തിന്റെയും അധികാരത്തിന്റെയും പുറകെ പോകത്തില്ല. അവൻ കസേര കളിക്കാൻ പോകത്തില്ല, വോട്ട് വിളിക്കാൻ വണ്ടി കയറ്റി വിടത്തില്ല. അത് ചെയ്യുന്നവൻ അല്പന്മാർ, ബുദ്ധിഹീനർ. കാശ് മുടക്കി ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നവൻ ബുദ്ധിഹീനൻ. കാര്യം അവൻ ഇവിടെ കിട്ടത്തുള്ളൂ, അങ്ങോട്ട് പോകത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നത് ഇവർക്കും ഇപ്പം ചിന്തയായി ഞാൻ പോകത്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും ഇവിടെ കിട്ടാൻ ഇത്രയും വെള്ളം ചാടുന്നത്. അങ്ങോട്ട് പോകുമെന്ന് ബോധ്യമുള്ളവൻ എപ്പോഴും ആത്മീകമായ കണ്ണുകളോടെ നോക്കുന്നവനായിരിക്കും. ഇതിന്റെ പുറകെ പോകുന്നവർക്ക് അവിടെ കിട്ടത്തില്ലെന്ന് ഇനി ചിന്തിക്കുന്നുള്ളായിരിക്കും. ചിലർക്ക് അവിടെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല, ഇവിടെ കിട്ടിയാൽ മതിയെന്ന ചിന്ത. അവർ ബുദ്ധിഹീനർ. കാര്യം ഇത് എത്ര കാലത്തേക്കാണ്? നിന്റെ കാശ് എത്ര കാലം നിൽക്കും? ഞാൻ വളരെ പ്രായമുള്ള ഒരാളോട് ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി മൊറാലിറ്റി എല്ലാം ഉള്ള നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, സാജു തന്നെ, സാജു കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ പുള്ളി പറയുന്നത് പണം എങ്ങനെയും സ്വരുക്കൂട്ടി വെക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രായമുള്ള മനുഷ്യനാണ്. അങ്ങനെ പണം കൂട്ടി വെക്കണമെന്ന ചിന്ത. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ, അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ അങ്കിൾ കൂട്ടി വെക്കുന്ന കാശ് ആർക്കാകും? ഒരു സെക്കൻഡ് മതി. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഈ പണത്തിന് നിങ്ങളുടെ ശ്വാസത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരും ഒന്നും മിണ്ടുന്നില്ലേ? പറ്റത്തില്ല. പിന്നെന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം എന്ന് പറയുന്നത് പണമാണ്. കാര്യം ആവശ്യമുള്ളതൊന്നും തരാൻ പണത്തിന് കഴിയത്തില്ല. നമുക്ക് റിയലി നീഡി ആയിട്ടുള്ള കാര്യങ്ങൾ തരാൻ പണത്തിന് കഴിയത്തില്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണത്തിന് നിങ്ങൾക്ക് ഒരു നല്ല മാട്രസ് തരാൻ പറ്റും, പക്ഷെ ഉറക്കം തരാൻ പറ്റത്തില്ല. പണമുണ്ടെങ്കിൽ ഒരു വലിയ വീട് പണിയാൻ പറ്റും, പക്ഷെ ഭവനം പണിയാൻ പറ്റില്ല. വീട് പണിയാൻ കഴിയും, കാശുണ്ടെങ്കിൽ വീട് പണിയാം, പക്ഷെ കുടുംബം പണിയണമെങ്കിൽ അത് യഹോവ പണിതില്ലെങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നു. വലിയ വീട് പണിയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കുടുംബം പണിയാൻ നോക്ക്, ചെറിയ വീടാണെങ്കിലും മതി. പണം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഒരു കുന്ത്രാണ്ടവും നടക്കാത്ത ഒരു സാധനമാണ് പണം എന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാധനം. എന്ത് ലഭിക്കാനാ? എന്താ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി നിങ്ങൾ എത്ര പണം വേണമെങ്കിലും സമ്പാദിച്ചങ്ങ് കൂട്ടിയങ്ങിട്, പക്ഷെ അവന്റെ ക്യാരക്ടർ നന്നാക്കാൻ പണം കൊണ്ട് പറ്റുമോ? നാളെ നിങ്ങളെ നോക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ. ഞാൻ മെട്രോ സിറ്റീസിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ചില കൊച്ചമ്മമാർ എൻ്റെ അടുത്ത് വന്നു, ബ്രദർ, വാട്ട് യു സെഡ് ഈസ് ബിബ്ലിക്കൽ. അതൊക്കെ ശരിയാ, പക്ഷേ ദിസ് ഇസ് എ കോമ്പറ്റിറ്റീവ് വേൾഡ്, റൈറ്റ്? ഇത് മത്സരമുള്ള ഒരു സമൂഹമല്ലേ. ഇവിടെ നമ്മളെ കുഞ്ഞുങ്ങൾ കോമ്പറ്റിറ്റീവ് ആയിട്ട് വളർന്നില്ലെങ്കിൽ അവർ താഴെയായി പോകത്തില്ലേ? അപ്പൊ ഞാൻ പറയും,
കോമ്പറ്റീറ്റീവായിട്ട് നിങ്ങളുടെ പിള്ളേരെ വളർത്തിയാൽ അവരാദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും. തുള്ളി വെള്ളം കിട്ടുമെന്ന് ആരും ആലോചിക്കണ്ട, കിട്ടുന്നുമില്ല. പിന്നെയും തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുത്ത് ജീവിക്കുന്നത് അത്ര കോമ്പറ്റീറ്റീവ് അല്ലാത്ത പിള്ളേരാണ്. കോമ്പറ്റീറ്റീവ് വളർത്തിയവനൊക്കെ അങ്ങ് ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇല്ലയോ, അവൻ വെള്ളം തരാൻ പോലും കൂടെ കാണത്തില്ല. വെള്ളം തരാൻ കൂടെ കാണത്തില്ലെന്നുള്ളത് തന്നെയല്ല, അവന് തരണമെന്നുള്ള ആഗ്രഹമില്ല, അവന് റിലേഷൻ ഇല്ല. റിലേഷന്റെ കാര്യത്തിൽ ആരും ഇന്ന് സീരിയസ് അല്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ, അവനൊരു ആർക്കിടെക്ട്, അവന് ഒരു ബാങ്കില് ഒരു റീജിയന്റെ കംപ്ലീറ്റ് ഇൻചാർജാണ്. ഇന്ത്യയിലല്ല, പുറത്താ, ഗൾഫിലാണ്. അപ്പോൾ അവൻ്റെ വൈഫ് ഒരു ആർക്കിടെക്റ്റാണ്, 2 ആൺപിള്ളേരുണ്ട്. അവര് വളരെ കോമ്പറ്റീറ്റീവായിട്ട് പിള്ളേരെ പഠിപ്പിച്ചു. പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോൾ ഭാര്യ ജോലി രാജിവെച്ചു. കാശുമുണ്ട്, അതുകൊണ്ട് ജോലി രാജിവെച്ചു. പിള്ളേരെ വളർത്തുക എന്നുള്ളത് മാത്രം, 2 ആൺപിള്ളേരെ വളർത്താനായിട്ട്. അത് തന്നെ സാധാരണക്കാർ കാണിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവര് വളരെ നന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ, കോമ്പറ്റീറ്റീവായിട്ട് വളർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തി. പിള്ളേർ നല്ല സിലബസിൽ പഠിച്ചു. നേരെ 15 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അമേരിക്കയിൽ അവരെ പഠിക്കാൻ വിട്ടു. അവിടെയും പോയി പിള്ളേർ 2 പേരും നല്ല കോമ്പറ്റീറ്റീവായിട്ട് പഠിച്ചു. അവിടെ അവർ ഏറ്റവും വലിയ 2 കമ്പനികളിൽ ജോലി കിട്ടി. അപ്പോൾ ഈ അമ്മ ഹിന്ദുക്കളാണ്. ഈ അമ്മ മക്കളെ കാണാനായിട്ട് US ചെന്നു. അപ്പം എയർപോർട്ടിൽ മൂത്ത മോൻ വന്ന് കാറേൽ കയറ്റി നേരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അമ്മ ചോദിച്ചു, എടാ ഇതെന്താ ഇവിടെ? Ma'am, I am too busy. I may not be able to take care of you. So stay here. I'll pay. Don't worry. You get everything here. ഹോട്ടലിൽ താമസിച്ചോളാം. എനിക്ക് നിങ്ങളെ നോക്കാൻ സമയം കിട്ടത്തില്ല, അതുകൊണ്ട് ഹോട്ടലിൽ താമസിച്ചു, ഞാൻ പേ ചെയ്തോളാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അതേ മനസ്സിൽ വരത്തുള്ളൂ. കാര്യം വീട്ടിൽ രാവിലെ കൊച്ചിലെ തൊട്ട് കേട്ടതെല്ലാം പൈസ എന്നാണ്. അവൻ അവിടെ നിന്നോണ്ട് വളരെ തന്നെ ചങ്ക് പൊട്ടിപ്പോയി. കാര്യം 2ാമത്തെ മോനെ വിളിച്ചു, എടാ നിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ കൊണ്ടാക്കിയിരിക്കുകയാടാ, നീ എന്തായി കാണുന്നത്? അവൻ പറഞ്ഞു, ദാറ്റ്സ് ബെറ്റർ മമ്മി, ഈവൻ ഐ ഡോണ്ട് ഹാവ് ടൈം. പിള്ളേരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയതാണ്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ വലുതെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഗുണവുമില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ആത്മീക കാര്യങ്ങളിൽ സിൻസിയറായിട്ട് കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്ത്, അതാണ് ആവശ്യമായിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നില്ല. അമേരിക്കയിൽ ഒരു ഫ്യൂണറലിന് ഞാനീ പറയുന്ന ഒക്കെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അമേരിക്കയിൽ ഒരു മനുഷ്യൻ, അമേരിക്കയിൽ അയാളുടെ യങ് ഏജിൽ പോയി, ചെറുക്കൻ അവിടെ ജനിച്ചു വളർന്നു, ഒരു മോനെ ഉള്ളൂ. അവന് വേണ്ടി സമ്പാദിച്ച് കൂട്ടി അമേരിക്കയിൽ പലയിടത്ത് വീടുകൾ വാങ്ങിച്ചു. ഈ ചെറുക്കന്റെ പേരിലാണ്. അയാള് ഒരുമാതിരി നന്നായിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കാര്യം എല്ലാം ഈ മോന് വേണ്ടി സമ്പാദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒടുവിൽ നാച്ചുറലി ഹി ഡൈഡ്. ഫ്യൂണറിന്റെ സമയത്ത് ശവത്തിന്റെ മുമ്പിൽ നിന്ന് ഈ ചെറുക്കൻ പറഞ്ഞ വാക്ക് നടന്ന സംഭവമാണ്. മൈ ഡാഡ് വാസ് എ ഫൂൾ. He never lived. He was always making money for me, which I never needed. എന്റെ അപ്പൻ ഒരു വിഡ്ഢിയായിരുന്നു. അയാൾ കുറെ കാശുണ്ടാക്കി. അയാൾ സ്വന്തമായിട്ട് ജീവിച്ചിട്ടില്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. അയാൾ കാശുണ്ടാക്കി എനിക്ക് തരാൻ. ആർക്കാ കാശ് വേണ്ടത്? വിച്ച് ഐ നെവർ നീഡഡ്. ചത്ത് കിടക്കുന്ന അപ്പനെ നോക്കി വിഡ്ഢിയാണെന്ന്, എന്റെ അപ്പനൊരു ഫൂൾ, മൈ ഡാഡ് വാസ് എ ഫൂൾ എന്ന് ആ ചെറുക്കൻ പറഞ്ഞു. സത്യമാവും പറഞ്ഞത്, പക്ഷെ അത് പറയാൻ ഇന്നത്തെ പിള്ളേർക്ക് മടിയില്ല. വളർത്തിക്കോ, നിങ്ങളും അനുഭവിച്ചോളും. കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്താൻ നോക്ക്. സീരിയസ് ആകേണ്ട കാര്യങ്ങൾ സീരിയസ് ആവുക. ദൈവികത വിട്ടുകളഞ്ഞിട്ട് ഭൗമികമായ കാര്യങ്ങളിൽ മുഴുകി പണവും സമ്പാദ്യവുമായിട്ട് നടക്കുന്ന ജനങ്ങൾക്ക് അയ്യോ കഷ്ടം. കർത്താവിന്റെ വചനം പറയുന്നു, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒടുക്കം നീ എന്തോ ചെയ്യും? ഒടുക്കം എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. 5-ാമത്തെ വാക്യത്തില് യിരെമ്യാവിന്റെ പ്രവചനം, അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. അവർ യഹോവയുടെ വഴിയും ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. ഇഗ്നറൻസ്. അവർക്കറിയത്തില്ല എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് അവർക്കറിയില്ല. ദൈവത്തിന്റെ വഴി എന്താണെന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ച് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്. വാട്ട് ഈസ് ഗാഡ്സ് വിൽ എന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഞാനതുകൊണ്ട് പറഞ്ഞ അവർ സീരിയസ് അല്ല എന്ന് പറയാൻ കാര്യം കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ യഹോവയുടെ വഴി അറിയുന്നില്ല, തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. ദേ ആർ ഇഗ്നറന്റ് പീപ്പിൾ. ഇഗ്നറന്റ് ആകുന്നതിന്റെ കാരണം അവർ തിരക്കാഞ്ഞിട്ടാണ്. ദൈവഹിതം എന്താണെന്ന് തിരക്കിയിട്ടാണോ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസ സമൂഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ദൈവഹിതം എന്താണെന്നുള്ളത് നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? അവർ തിരക്കുന്നില്ല. തിരക്കാത്തതിന്റെ ഒരു കാരണം തിരക്കിയെങ്ങാണം ദൈവഹിതം എങ്ങാണം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ റിബല്യസ് ആകാതിരിക്കാനായിരിക്കാം. അതുകൊണ്ട് എൻ്റെ ഹിതത്തിൽ അങ്ങ് പോയാൽ മതി എന്നുള്ളതായിരിക്കും. ചിലപ്പം ചില ആന്റിമാരൊക്കെ എൻ്റെ അടുത്ത് പറയും, ബ്രദറെ മോന് 12 കഴിഞ്ഞപ്പം അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവന് വിളിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ എഞ്ചിനീയറിംഗിൽ അങ്ങ് വിട്ടെന്ന്.
അപ്പൊ ഞാൻ ചോദിക്കും, അവൻ എഞ്ചിനീയറിംഗിന് വിളി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അവൻ എഞ്ചിനീയറിംഗിന് പോകാൻ വിളി വേണോ ബ്രദറെ? ഞാൻ പറഞ്ഞു, അതിനാ കൂടുതൽ വിളി വേണ്ടത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ അത്രയും വലിയ വിളി വേണ്ട. അതെന്താ? അല്ല, സുവിശേഷ വേല അപ്പന്റെ ജോലിയല്ലേ. അപ്പൊ അപ്പന്റെ കമ്പനി പണിയെടുക്കാൻ അനിൽ അംബാനിയുടെ മോൻ റിലയൻസിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് വിളിയൊന്നും ആവശ്യമില്ല. പക്ഷെ അവൻ ടാറ്റായിൽ പോയി പണിയെടുക്കണമെങ്കിൽ അപ്പന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം. അതുകൊണ്ട് ചെറുക്കൻ ബൈബിൾ കോളേജിൽ പോകാൻ വലിയ വിളിയൊന്നും വേണ്ട. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇത് തന്നെയാണോ ദൈവഹിതമെന്ന് തിരിച്ചറിയണം. പൊക്കോട്ടെ, അവൻ എഞ്ചിനീയർ ആകാനാ ദൈവം വിളിച്ചിരിക്കുന്നതിന് പൊക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ വിളി എന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. അവന്റെ മേലുള്ള ദൈവിക നിയോഗം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. ഇവിടുത്തെ പ്രശ്നം നമ്മളിത് അന്വേഷിക്കുന്നതേ ഇല്ല. ഒരു കാര്യവും, എന്റെ ജീവിതത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ചും ദൈവഹിതം അന്വേഷിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് നമ്മൾ ബുദ്ധിപരമായി അന്വേഷിക്കുന്നു. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാലായി. അതും ചോദിക്കുന്നത് സെക്യുലർ ആൾക്കാരോടാണ്, ദൈവമക്കളോടോ ദൈവദാസന്മാരോടോ ഒന്നുമല്ല. പ്രവാചകനോട് ചോദിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പ്രവാചകനോട് ചോദിച്ചാൽ അവർ തോന്നുന്നൊക്കെ പറയും, അബദ്ധത്തിലാകുകയും ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇരുന്ന്, ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ദൈവഹിതം ദൈവം നിങ്ങളോട് സംസാരിക്കണം. അതിനാർക്ക് സമയമില്ലല്ലോ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ലല്ലോ. നമ്മൾ ഈ നിൽക്കുന്നത്, എന്നാൽ പിന്നെ ഒരു പ്രവാചകന് 100, 500, 1000 കൊടുത്തേക്കാം, പുള്ളി ഇരുന്നോട്ട്, എനിക്ക് പകരം. അങ്ങനെ നിങ്ങൾക്ക് പകരം ഇരിക്കുന്നവനൊന്നും അല്ല പ്രവാചകൻ. അങ്ങനെ ഇരിക്കുന്ന പ്രവാചകനുണ്ട്, അവൻ കള്ളപ്രവാചകനാണ്. നിങ്ങളെ കാശും വാങ്ങിച്ചോണ്ട് ഇതിന്റെ വാലല്ല തലയാക്കുമെന്ന് പറയുന്നവൻ കള്ളപ്രവാചകനാണ്. പ്രവാചകന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമേ ഇല്ല. നിങ്ങളോട് കർത്താവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ വന്ന് പറഞ്ഞോളൂ. അല്ലാതെ നിങ്ങളെ നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് പ്രവചിക്കുന്ന പ്രവാചകൻ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ പറയണം. കാര്യം ഇതൊക്കെ ജെരമ്യാവിന്റെ പ്രവചനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അയാളല്ല പ്രവാചകൻ. കണിയാന്റെ അടുത്ത് പോകുന്നത് പോലെ പ്രവാചകന്റെ അടുത്ത് പോയി ഈ വസ്തു എഴുതിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവഹിതമാണെന്നുള്ളത് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. കണിയാനെ കാണുന്നതിന് പകരം പ്രവാചകനെ പോയി കാണുന്ന, പണ്ട് കണിയാനെ കാണുമായിരുന്നു, ഇപ്പം പ്രവാചകനെ കാണും. അതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളും ദൈവവുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാകണം. നിങ്ങളോട് കർത്താവ് സംസാരിക്കണം. ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. അവിടെ ഇഗ്നറന്റ് ആകാനായിട്ട് പാടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. ദൈവത്തിന്റെ ന്യായം എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവ്, ഇതിൽ നീ എന്താ ചിന്തിക്കുന്നത്? നീ എന്താ പറയുന്നത്? ഓരോ സംഭവങ്ങളുടെയും ഓരോ കാര്യങ്ങളുടെയും മുന്നിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ നിന്റെ ഹിതം വെളിപ്പെടുത്തണമേ എന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആത്മീകരല്ല. അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ചാണ് ജെരമ്യാ പറയുന്നത്. അവരിത് അന്വേഷിക്കുന്നില്ല, അവർക്ക് ഇതോട്ട് അറിയത്തുമില്ല. ദൈവഹിതത്തെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു സമൂഹം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും ഒരു മുട്ടുമുടക്കി പ്രാർത്ഥിച്ച് ദൈവഹിതം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളായിരുന്നു. അന്ന് വലിയ പ്ലാനിങ്ങും സ്ട്രാറ്റജീസും ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ദൈവകൃപയുണ്ടായിരുന്നു, ദൈവാത്മാവുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് മടങ്ങി വരണം. അത് മടങ്ങി വരണമെന്ന് പറയാനായി പറയുന്നത് മുഴുവൻ. ഇത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നേതാക്കന്മാരോട് ഞാൻ 1-2 പേരോട് സംസാരിച്ചു. എന്തോ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്റെ പൊന്ന് സാജു, ഇത്രയൊക്കെ ആയി, ഇനി ഇപ്പൊ എന്തോ ചെയ്യാന്? ഇത്രയൊക്കെ ആയി ഇനി എന്തോ ചെയ്യാനാണെന്നുള്ളത് തന്നെ ദൈവികമായ വാക്കല്ല. ഒരുത്തിന് ആദ്യം പനി വന്നിട്ട് പിന്നെ അത് ന്യൂമോണിയ ആയി. ഉള്ള നമ്മൾ പറയുമോ, പനി ആയിരുന്നെങ്കിൽ ചികിത്സിച്ച് അങ്ങ് ഭേദമാക്കാൻ, ന്യൂമോണിയ ആയില്ലേ, ഇനി അങ്ങ് പോട്ടെ എന്നാരെങ്കിലും പറയുമോ?